അദ്ദിയാനാത്തുൽ ഖദീമ. അദ്ദിയാനാത്തു മതങ്ങൾ, അൽ ഖദീമത്തു പഴയ പുരാതനമായ മതങ്ങൾ. അസ്ബഹത്ത് ആയിത്തീർന്നു അദ്ദിയാനാത്തു മതങ്ങൾ, അൽ ഉൾമ വലിയ വലിയ മതങ്ങളൊക്കെ ആയിത്തീർന്നു. എന്തായിത്തീർന്നു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഇടക്ക് ഒരു സംഗതി പറയാണ്, വഫി ആഹിരിഹ അവയുടെ അവസാനത്തിലുണ്ട്. ആ വലിയ വലിയ മതങ്ങളുടെ അവസാനത്തിലുള്ളതാണ് അൽ മസീഹിയത്തു ക്രിസ്തുമതം, അസ്സംഹത്തു ലളിതമായ ക്രിസ്തുമതം അതിൻ്റെ അവസാനം ഉണ്ട്. അങ്ങനെയുള്ള വലിയ വലിയ മതങ്ങളൊക്കെ ആയിത്തീർന്നു. എന്തായിത്തീർന്നു? ഫരീസത്ത ഇരയായിത്തീർന്നു. അൽ ആബിസീൻ തമാശക്കാരുടെ, ഒന്നും ഒരു സീരിയസ് ആയിട്ട് എടുക്കാത്ത ആൾക്കാരുടെ ഇരയായിത്തീർന്നു. വൽ മുത്തലാഇബീന വികൃതമാക്കുന്നവരുടെയും അതിൻ്റെ ആശയങ്ങളൊക്കെ തെറ്റിച്ച് പറയുന്ന ആൾക്കാരുടെയൊക്കെ ഇരയായിത്തീർന്നു എന്നാണ് പറയുന്നത്. അതേപോലെ എന്തായിത്തീർന്നു? വൽ ഉൾബത്ത കളിപ്പാട്ടവുമായി തീർന്നു. അവരുടെ അൽ മുഹരിഫീൻ മാറ്റത്തിരുത്തലുകൾ വരുത്തുന്നവരുടെ, വൽ മുനാഫിഖീന കപടന്മാരുടെയും കളിപ്പാട്ടമായി തീർന്നു പഴയ വലിയ മതങ്ങളൊക്കെയും എന്നാണ് പറയുന്നത്. ഹത്ത ഏതുവരെ? ഫഖദത്ത് നഷ്ടപ്പെട്ടു, റൂഹുഹ അവയുടെ റൂഹ് ആത്മാവ്, വശക്കലുഹ അവയുടെ രൂപവും, ശരിയായ റൂഹും ശരിയായ രൂപമൊക്കെ എന്തായി? നഷ്ടപ്പെട്ടു. ഫലോ ബുഴിസ പുനർജനിപ്പിക്കപ്പെടുകയാണെങ്കിൽ അസ്ഹാബുഹ അതിൻ്റെ ആളുകൾ, അൽ അവലൂന ആദ്യകാലക്കാരായ, വ അംബിയാവുഹ അതിൻ്റെ നബിമാരെയും, അൽ മുർസലൂന മുർസലുകളായ നബിമാരെയും ആദ്യകാലക്കാരായ ആളുകളൊക്കെ ഇങ്ങനെ വീണ്ടും പുനർജനിപ്പിക്കപ്പെടുകയാണെങ്കിൽ, അവർ വീണ്ടും വന്നാൽ അങ്കറുഹ അവർ അതിനെ എതിർക്കും, അവർ അതിനെ നിഷേധിക്കും. തജാഹലൂഹ അവർ അതിനോട് അജ്ഞത നടിക്കുകയും ചെയ്യും, അതിനെ അവർ അവഗണിക്കുകയും ചെയ്യും. ആ രൂപത്തിൽ എന്തായി? ഓരോ മതങ്ങളും മാറി. ഇനി ഓരോ മതത്തിനും ഉണ്ടായ അവസ്ഥയാണ് പറയുന്നത്. ആദ്യം ജൂതമതം. അസ്ബഹത്ത് ആയിത്തീർന്നു അൽ യഹൂദിയത്തു ജൂതമതം, മജ്മൂഅത്തൻ ഒരുമിച്ച് കൂട്ടപ്പെട്ടതായിത്തീർന്നു, മിൻ തുഖൂസിൻ ആചാരങ്ങളാൽ, വ തഖാലീദ സമ്പ്രദായങ്ങളാലും, ലാ റൂഹ ഒരാത്മാവുമില്ല, ഫിഹാദിൽ വലാ ഹയാത്ത ഒരു ജീവനും ഒരാത്മാവുമില്ലാത്ത ഏതാനും ചില സമ്പ്രദായങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂട്ടപ്പെട്ടൊരു മതം മാത്രമായിട്ട് ജൂതമതം മാറി. മാത്രമല്ല വഹിയ അത് ബിസൊർഫിൻ നദരി അണദാലിക്ക അതുകൂടാതെ, ഈ ബിസൊർഫിൻ നദരി അണദാലിക്ക എന്ന് പറഞ്ഞാൽ ബിദൂനി എഴുത്തിബാരി എന്നാണ്, അത് പരിഗണിക്കാതെ അതുകൂടാതെ എന്നുള്ള അർത്ഥമാണ്. വഹിയ ആ മതം ബിസൊർഫിൻ നദരി അണദാലിക്ക അതുകൂടാതെ, ഇങ്ങനെ ആത്മാവില്ലാത്തതായി മാറി. അതുകൂടാതെ എന്തായിരുന്നു? ദിയാനത്തുൻ ഒരു മതമായിരുന്നു, സലാലിയത്തുൻ വംശീയമായൊരു മതമായിരുന്നു. വംശീയ മതം എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് മാത്രമേ അതിലേക്ക് ആൾക്കാർ വരുള്ളൂ. വേറൊരാൾക്ക് മറ്റൊരു മതത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറിയിട്ട് വരാൻ വേണ്ടി പറ്റില്ല. ജനിക്കുന്ന കുട്ടികൾ അങ്ങനെ മാത്രമേ ആ മതത്തിലേക്ക് ആൾക്കാർ പ്രവേശിക്കുള്ളതാണ് വംശീയ മതം. അങ്ങനെയുള്ള മതമായിട്ടത് മാറി. ലാ തഹ്മിലു അത് ചുമക്കുന്നില്ല, ലിൽ ആലമി ലോകത്തിൻ്റെ റിസാലത്തൻ ഒരു സന്ദേശവും, വലാലിൽ ഉമമി സമുദായങ്ങൾക്ക് അത് ചുമക്കുന്നില്ല, ദഅവത്തൻ ഒരു പ്രബോധനവും, വലാലിൽ ഇൻസാനിയത്തി മനുഷ്യത്വത്തിന് അത് ചുമക്കുന്നില്ല, റഹ്മത്തൻ ഒരു കാരുണ്യവും. അങ്ങനെയുള്ള മതമായിട്ട് ജൂതമതം മാറി. അമ്മൽ മസീഹിയത്തു എന്നാൽ ക്രിസ്തുമതം, ഫഖദിം തുഹിനത്ത് തീർച്ചയായും അതിനെ പരീക്ഷിക്കപ്പെട്ടു, ബി തഹരീഫി മാറ്റത്തിരുത്തലുകൾ കൊണ്ട്, അൽ ഗാലീന അതിരുവിട്ട് പ്രവർത്തിക്കുന്നവരുടെ, തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ മാറ്റത്തിരുത്തലുകൾക്ക് എന്തായി? ആ മതം വിധേയമായി. അതേപോലെ വീലി വ്യാഖ്യാനം കൊണ്ടും അതിനെ എന്തായി? പരീക്ഷിക്കപ്പെട്ടു. അൽ ജാഹിലീന അജ്ഞരായിട്ടുള്ള ആൾക്കാരുടെ വ്യാഖ്യാനം കൊണ്ടും അതിനെ എന്തായി? പരീക്ഷിക്കപ്പെട്ടു. എപ്പോൾ മുതൽ തന്നെ? മുൻദു അസ്രിഹ അതിൻ്റെ കാലം മുതൽ തന്നെ, അൽ അവലി ആദ്യ കാലഘട്ടം തന്നെ മതത്തിൻ്റെ ക്രിസ്തുമതത്തിൻ്റെ ആദ്യകാലം മുതൽക്ക് തന്നെ അജ്ഞരായ ആൾക്കാരുടെ വ്യാഖ്യാനം കൊണ്ടും അതേപോലെ അതിലിട്ട് പ്രവർത്തിക്കുന്നവരുടെ മാറ്റത്തിരുത്തലുകൾ കൊണ്ടും ആ മതത്തെ പരീക്ഷിക്കപ്പെട്ടു. അസ്ബഹ മാത്രമല്ല അസ്ബഹ ആയിത്തീർന്നു, കുല്ലുദാലിക്ക അത് മുഴുവനും ആ മതം മുഴുവനും ആയിത്തീർന്നു, റുക്കാമൻ വെറും മണൽക്കൂന. എങ്ങനെയുള്ള മണൽക്കൂനയാണ്? ദുഫിനത്ത് മറമാടപ്പെട്ടിരിക്കുന്നു, തഹ്തഹു അതിന് താഴെ, ആ മണൽക്കൂനക്ക് താഴെ മറമാടപ്പെട്ടിരിക്കുന്നു. എന്തിനെ? തആലീമു പാഠങ്ങൾ, അൽ മസീഹി ഈസ നബി അലൈഹി സ്വലാമിൻ്റെ പാഠങ്ങൾ, അൽ ബസീതത്തു ലളിതമായ പാഠങ്ങൾ, ഈസ നബി അലൈഹി സ്വലാമിൻ്റെ പാഠങ്ങൾ മറമാടപ്പെട്ട ഒരു മണൽക്കൂന മാത്രമായിട്ടുണ്ടായി ആ മതം മാറിയത്. അതേപോലെ വഖ്തഫ മറഞ്ഞു, നൂറു പ്രകാശം, അത്തൗഹീദി ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രകാശം മറഞ്ഞു. അതേപോലെ ഇഖ്ലാസു നിഷ്കളങ്കതയും ആത്മാർത്ഥതയും, അൽ ഇബാദത്തി ആരാധനയിടലില്ലാഹി അള്ളാഹുവിനെ ആരാധിക്കുന്നതിലുള്ള നിഷ്കളങ്കതയും എന്തായി? മറഞ്ഞു. എവിടെ? വറ പിറകിൽ, ഹാദിഹി സുഹബി ഈ മേഘങ്ങളുടെ പിറകിൽ എന്തായി? അതൊക്കെയും മറൻ ക്രിസ്തു മതത്തിൻ്റെ അവസ്ഥ. അടുത്തായി പറയുന്നത് മജൂസികളെ പറ്റിയാണ്. തീനെ ആരാധിക്കുന്നവരായിരുന്നു മജൂസികൾ. അമൽ മജൂസു എന്നാൽ മജൂസികൾ, ഫഖദ് അകഫു തീർച്ചയായും അവർ സ്ഥിരമായിരുന്നു, അല ഇബാദത്തിനാരി തീയെ ആരാധിക്കുന്നതിനുമേൽ.
യഅ്ബുദൂനഹ അവർ അതിനെ ആരാധിക്കും, വയബ്നൂന അവർ നിർമ്മിക്കുകയും ചെയ്യും, ലഹ അതിന് ഹയാക്കില അമ്പലങ്ങൾ, മഅബിദ ആരാധനാലയങ്ങളും. കുറേ ആരാധനാലയങ്ങളും അമ്പലങ്ങളൊക്കെ എന്താവും തീക്ക് വേണ്ടി ഇങ്ങനെ നിർമ്മിച്ചിടും. അമ്മ ഖാരിജൽ മഅബിദി, അമ്മ ഖാരിജ് എന്ന പുറത്ത്, അൽ മഅബിദി ഈ ആരാധനാലയങ്ങളുടെ പുറത്ത്, ഫക്കാനു അവരായിരുന്നു അഹ്റാറൻ സ്വതന്ത്രരായിരുന്നു, യസീറൂന അവർ സഞ്ചരിക്കും, അലാ ഹവാഹും അവരുടെ ഇച്ഛകൾക്കനുസരിച്ച്, വമാ തുംലി അലൈഹിം അവർക്ക് തോന്നിപ്പിക്കുന്നതനുസരിച്ചും, നുഫൂസുഹും അവരുടെ ശരീരങ്ങൾ അവർക്ക് തോന്നിപ്പിക്കുന്നതനുസരിച്ച് എന്താവും അവർ നടക്കും. ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ, ആരാധനാലയങ്ങളുടെ ഉള്ളിൽ കയറിയാൽ അതിനെ ആരാധിച്ചിരിക്കുക, പുറത്തിറങ്ങിയാലോ പിന്നെ യാതൊരു കൺട്രോളും ഇല്ല, അതൊരു ജീവിതമായിരുന്നു. അങ്ങനെ അസ്ബഹ ആയിത്തീർന്നു അൽ മജൂസു മജൂസികളായിത്തീർന്നു, ലാ ഫർഖ ഒരു വ്യത്യാസവുമില്ല, ബൈനഹും അവർക്കിടയിൽ, വ ബൈനമൻ ചിലരുടെയും ഇടയിൽ, ഒരുത്തരുടെയും ഇടയിൽ. എങ്ങനെയുള്ള ഒരുത്തരാണ്, ലാ ദീന ഒരു ദീനുമില്ല, ലഹും അവർക്ക്, വലാ ഖലാഖ ഒരു ധാർമ്മികതയും ഇല്ല, ഒരു ധാർമ്മികതയും ഇല്ലാത്ത ഒരു ദീനുമില്ലാത്ത ആളുടെയും ഇടയിൽ, അതേപോലെ ഈ മജൂസികളുടെയും ഇടയിൽ ഒരു വ്യത്യാസവും ഇല്ല, ഫിൽ അഅ്മാലി അമലുകളിൽ, വൽ അഖ്ലാഖി സ്വഭാവങ്ങളിലും. അപ്പം ഈ ആരാധനാലയങ്ങളുടെ ഉള്ളിൽ കയറിയാൽ മാത്രമേ ഇതുള്ളൂ, പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇല്ലല്ലോ. അപ്പം പിന്നെ ദീനില്ലാത്തവരും അവരും സെയിമായതുപോലെ തന്നെയാണ്. അടുത്ത് പറയുന്നത് ബുദ്ധമതമാണ്. അമ്മൽ ബൂദിയത്തു എന്നാൽ ബുദ്ധമതം, ഈ ബുദ്ധമതം എന്തായെന്ന് പറയുന്നു, ഏത് മതമാണ് ഈ ബുദ്ധമതം എന്ന് പറഞ്ഞാൽ, അദ്ദിയാനത്തു മതമാണ്, അൽ മുന്തശിറത്തു വ്യാപിച്ച, ഫിൽ ഹിന്ദി ഇന്ത്യയിൽ, വ ആസിയ അൽ വുസ്ത മധ്യ ഏഷ്യയിലും, ആസിയ എന്ന് പറഞ്ഞാൽ ഏഷ്യ, അൽ വുസ്ത മിഡിൽ മധ്യ എന്നൊക്കെ, മധ്യ ഏഷ്യയിലും ഇന്ത്യയിലും വ്യാപിച്ച മതമാണ് ഈ ബുദ്ധമതം. ഈ ബുദ്ധമതം എന്തായി, ഫഖദ് തഹവലത്ത് തീർച്ചയായും അത് മാറി, വസനീയത്തൻ ബിംബാരാധനാ സംസ്കാരമായിട്ട് മാറി, തഹ്മിലു അത് ചുമക്കുന്നു, അതായത് ഈ ബുദ്ധമതം ചുമക്കും, മഴ അതോടൊപ്പം അൽ ഇസ്ലാമു ബിംബങ്ങൾ, ഹൈസു സാറത്ത് അത് അവിടെ പോയാലും അവർക്ക് എന്തുണ്ടോ ബിംബങ്ങളുണ്ടോ, വതബ്നി അവർ നിർമ്മിക്കുകയും ചെയ്യും, അൽ ഹയാക്കില അമ്പലങ്ങൾ നിർമ്മിക്കും, മാത്രമല്ല തൻസിബു അവർ നാട്ടുകയും ചെയ്യും, അവർ സ്ഥാപിക്കുകയും ചെയ്യും, തമാസീല പ്രതിമകളെ, ബുദ്ധൻ്റെ പ്രതിമകളെ എന്താവും അവർ സ്ഥാപിക്കുകയും ചെയ്യും, ഹൈസു ഹല്ലത്ത് വ നസലത്ത് എവിടെ പോയി ഇറങ്ങിയാലും, ഹല്ലത്ത് നസല എന്ന് പറഞ്ഞാൽ പോയി ഇറങ്ങിയെന്നൊക്കെ അർത്ഥം, ഹൈസു ഹല്ലത്ത് വ നസലത്ത് എവിടെ പോയി ഇറങ്ങിയാലും ശരി അടക്കം എന്താവും ഈ ബുദ്ധൻ്റെ പ്രതിമ ഇങ്ങനെ സ്ഥാപിക്കും. അതായിരുന്നു ബുദ്ധമതത്തിൻ്റെ അവസ്ഥ. ഇനി ഏതാണ്, അമ്മൽ ബർഹമിയത്വം എന്നാൽ ബ്രാഹ്മണത്വം, അതായത് നമ്മൾ ഹിന്ദുമതം എന്നൊക്കെ പറയുന്ന മതം, ദീനുൽ ഹിന്ദിൽ അസീലി ദീനു മതം, അൽ ഹിന്ദി ഇന്ത്യയിലെ മതം, അൽ അസീലി പുരാതന ഇന്ത്യയിലെ മതമായ ബ്രാഹ്മണത്വം. അതിൻ്റെ അവസ്ഥ എന്താണ്, ഫഖദ് ഇംതാസത്ത് തീർച്ചയായും അത് വേർതിരിഞ്ഞു നിൽക്കുന്നു, ബി കസറത്തി ധാരാളിത്തം കൊണ്ട്, അൽ മഅബൂദാത്തി ആരാധനാമൂർത്തികളുടെ, വൽ ആലിഹത്തി ദൈവങ്ങളുടെയും, ഹത്ത ഏതുവരെ, ബലഗത്ത് അതെത്തി അവയെത്തി ഇവരാരാധിക്കുന്ന സാധനങ്ങളെത്തി, ഇലൽ മലായിന മില്യൺ കണക്കിലേക്ക് വരെ എത്തി, മില്യൺ കണക്കിന് എത്തുന്ന അത്രക്കും ആരാധനാമൂർത്തികളും ദൈവങ്ങളുടെയും ധാരാളിത്തം കൊണ്ടത് വേർതിരിഞ്ഞു നിന്നു. അത് അവരുടെ പ്രത്യേകതയായിട്ട് പറയുന്ന കുറേ ദൈവങ്ങൾ, ഒരുപാട് ദൈവങ്ങൾ, മില്യൺ കണക്കിന് ദൈവങ്ങൾ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. അതേപോലെ വേറെന്താണ് അവരുടെ പ്രത്യേകത, വബിത്ത് തഫാവുത്തി അസമത്വം കൊണ്ടും, അല്ലാലിമി അന്യായമായ അസമത്വം കൊണ്ടും, ന്യായമല്ലാത്ത ശരിയല്ലാത്ത രൂപത്തിലുള്ള അസമത്വം കൊണ്ടും, ബൈനത്തബഖാത്തി ജാതികൾക്കിടയിൽ, അതേപോലെ വൽ ഇംതിയാസി വേർതിരിവ് കാണിക്കൽ കൊണ്ടും, ബൈനൽ ഇൻസാനി മനുഷ്യൻ്റെ ഇടയിൽ, വൽ ഇൻസാനി മനുഷ്യന്മാരുടെ ഇടയിൽ എന്താണ് വേർതിരിവ്, അതേപോലെ അന്യായമായ അസമത്വം, ഈ ജാതി വ്യവസ്ഥയൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടൊക്കെ എന്തായി മറ്റു മതങ്ങളിൽ നിന്നും ഈ ബ്രാഹ്മണത്വം വേർതിരിഞ്ഞു നിന്നു. അമ്മൽ അറബു എന്നാൽ അറബികൾ, മറ്റു മതങ്ങളുടെ അവസ്ഥയൊക്കെ പറഞ്ഞു, ഇനി അറബികളുടെ അവസ്ഥ എന്താണ്, അമ്മൽ അറബു എന്നാൽ അറബികൾ, ഫഖദ് ഇബ്തുലു തീർച്ചയായും അവർ പരീക്ഷണ വിധേയരായി, ഫിൽ അസ്വിരിൽ അഖീരി അവസാന കാലഘട്ടത്തിൽ, ബി വസനീയത്തിൻ ബിംബാരാധന കൊണ്ട്, സഖീഫത്തിൻ അർത്ഥശൂന്യമായ അർത്ഥമില്ലാത്ത യാതൊരു അർത്ഥമില്ലാത്ത ബിംബാരാധന കൊണ്ട്. എങ്ങനെയുള്ള ബിംബാരാധന എന്ന് പറയുന്നത്, ലാ യൂജതു എത്തിക്കപ്പെടുകയില്ല, ലഹ അതിന് ആ ബിംബാരാധനക്ക് എത്തിക്കപ്പെടുകയില്ല, നളീറുൻ തുല്യമായത്, ഇല്ലാ ഫിൽ ഹിന്ദി ഇന്ത്യയിലല്ലാതെ, അൽ ബർഹമിയത്തി ബ്രാഹ്മണത്വ ഇന്ത്യയിലല്ലാതെ, അൽ വസനിയത്തി ബിംബാരാധനയുള്ള ബ്രാഹ്മണത്വ ഇന്ത്യയിലല്ലാതെ കാണാൻ വേണ്ടി കഴിയില്ല അങ്ങനത്തെ ഒരു ബിംബാരാധന. അതുപോലുള്ള ബിംബാരാധന കൊണ്ടെന്തായി അവർ അവസാന കാലഘട്ടത്തിൽ പരീക്ഷണ വിധേയരായി. മാത്രമല്ല തറക്കവും അവർ കയറിപ്പോയി, ഉന്നതിയിലേക്ക് കയറിപ്പോയി എന്നാണ് തറക്കവിൻ്റെ അർത്ഥം. തറക്കവും അവർ അതിര് വിട്ടു, ഷിർക്കിൽ ഫത്തഹദു അവർ സ്വീകരിച്ചു, അല്ലാഹുവിനെ കൂടാതെ, ആലിഹത്തൻ ദൈവങ്ങളെ, വൻഗമസത്ത്
മുഴുകി അൽ ഉമ്മത്തു ഈ സമുദായം, ഈ അറബ് സമുദായം മുഴുകി ഫിൽ വസനിയത്തി ബിംബാരാധനയിൽ, വഴിബാദത്തിൽ അസ്ലാമി വഴിബാദത്തി ആരാധിക്കുന്നതിലും അൽ അസ്ലാമി വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിലും എന്തായി അവർ മുഴുകി. എങ്ങനെ? ബി അബ്ഷഴി ഏറ്റവും മോശമായതുകൊണ്ട്, അഷ്കാലിഹ അവയുടെ രൂപങ്ങളിലെ ഏറ്റവും മോശമായതുകൊണ്ട്. ബി അബ്ഷഴി അഷ്കാലിഹ എന്ന് പറഞ്ഞാൽ അവയുടെ ഏറ്റവും മോശമായ രൂപത്തിൽ എന്തായി അവർ മുഴുകി. എത്രത്തോളം? ഫക്കാന ഉണ്ടായിരുന്നു ലി കുല്യ കബീലത്തിൻ ഓരോ ഗോത്രത്തിനും ഉണ്ടായിരുന്നു, ഔ നാഹിയത്തിൻ അല്ലെങ്കിൽ ഓരോ ഭാഗത്തിനും ഉണ്ടായിരുന്നു, ഔ മദീനത്തിൻ അല്ലെങ്കിൽ ഓരോ പട്ടണങ്ങൾക്കും ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? സ്വനമുൻ ഖാസ്വൻ, സ്വനമുൻ വിഗ്രഹം, ഖാസ്വൻ പ്രത്യേകം വിഗ്രഹം. ഓരോ പട്ടണത്തിന് അല്ലെങ്കിൽ ഓരോ ഭാഗത്തിന് അല്ലെങ്കിൽ ഓരോ കബീലക്ക് എന്തുണ്ടായിരുന്നു? പ്രത്യേകം ബിംബങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല അലി കുല്ലി ബൈത്തിൻ ഓരോ വീട്ടിനും ഉണ്ടായിരുന്നു സ്വനമുൻ ഖുസൂസിയൻ പ്രത്യേകം ബിംബങ്ങൾ. ഓരോ വീട്ടിനും ഓരോ ബിംബങ്ങൾ. ആ രൂപത്തിൽ അത്രക്കും ബിംബങ്ങളുണ്ടായിരുന്നു. എത്രത്തോളം? അത്രയല്ല, വക്കാന ഉണ്ടായിരുന്നു ഫി ജൗഫിൽ കാഴ്ബത്തി കാഴ്ബയുടെ ഉള്ളിലുണ്ടായിരുന്നു ഒരുപാട് ബിംബങ്ങളുണ്ടായിരുന്നു. ബിംബങ്ങളുടെ എണ്ണാണ് പറയുന്നത്. ഏതാണ് ഈ കാഴ്ബ? അൽ ബൈത്തി ഭവനം. അല്ലതി എങ്ങനെയുള്ള ഭവനമാണ്? ബനാഹു അതിനെ നിർമ്മിച്ചിരിക്കുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം നിർമ്മിച്ചിരിക്കുന്നു. എന്തിന്? ലി ഇബാദത്തില്ലാഹി അള്ളാഹുവിനെ ആരാധിക്കാൻ, വഹ്ദഹു അവനെ മാത്രം, ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉണ്ടാക്കിയതാണ് ഈ കാഴ്ബ. ആ കാഴ്ബയുടെ ഉള്ളിലുണ്ടായിരുന്നു അതിൻ്റെ പരിസരത്തുമായിട്ട് ഉണ്ടായിരുന്നു സലാത്തുമിഅത്തിൻ വസിത്തൂന സനമൻ 360ഓളം ബിംബങ്ങൾ ഉണ്ടായിരുന്നു. ഇതായിരുന്നു അറബികളുടെ അവസ്ഥ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു കാഴ്ബ. ആ കാഴ്ബയുടെ ഉള്ളിലും പുറത്തായിട്ട് 360ഓളം ബിംബങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓരോ വീട്ടിലും ഓരോ ബിംബം, ഓരോ നാട്ടിനും ഓരോ ബിംബം. ആ രൂപത്തിലായിരുന്നു അറബികളുടെ അവസ്ഥ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന് മുമ്പുള്ള മതങ്ങളുടെയും അറബികളുടെയൊക്കെ അവസ്ഥ. ഇതാണ് ഈ പാഠത്തിൽ പറഞ്ഞിട്ടുള്ളത്.